3-4 മാസങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം നടന്നല്ലോ. പാവപ്പെട്ട ടൂറിസ്റ്റുകളെ കുറച്ച് ഭീകരന്മാർ വെടിവെച്ച് കൊന്നുകളഞ്ഞു അല്ലേ? ആ ഭീകരന്മാരെല്ലാം നല്ല ബുദ്ധിയുള്ള ടീം. അറിയാം, കേരളത്തിൽ വന്ന് ഡിഗ്രി പാസ്സായ ആളുണ്ടായില്, ഡോക്ടറേറ്റ് നേടിയവരുണ്ടായില്. അതിസമർത്ഥരായത് കൊണ്ടല്ലേ പട്ടാളവും പോലീസും എല്ലാം തപ്പിയിട്ടും ഇതുവരെ ഒരുത്തനെ പിടിക്കാൻ കിട്ടാഞ്ഞത്. നല്ല ബുദ്ധിമാന്മാരാണവര്. പക്ഷെ കൊല്ലരുത് എന്ന മനസ്സവനുണ്ടായില്ല. രാമായണം എന്ന കാവ്യം തുടങ്ങുന്നത് എവിടെയാ? കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. മാ നിഷാദ, നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു നിഷാദനുണ്ട്, കാട്ടാളനുണ്ട്. നമ്മുടെ ജനിതകമായിട്ട് പതിനായിരക്കണക്കിന് വർഷം മുമ്പേ നമ്മൾ കാട്ടാളരായിരുന്നല്ലോ. വാൽമീകി മാത്രമല്ല, കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്കുള്ള മാറ്റം ആണല്ലോ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നത്. നമ്മളെല്ലാവരും കാട്ടാളന്റെ ഒരു ജീന് നമ്മുടെ ഉള്ളിലുണ്ട്. ഭക്ഷണം കാണുമ്പോൾ ആർത്തിയോടെ ഓടുന്നു. മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താ? ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിക്കുന്ന മനസ്സ്. ആ മനസ്സ് വളർത്തിയെടുക്കണം. ആ മൃഗീയ അവസ്ഥയിൽ നിന്ന് മാനവിക അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വൈകാരികമായ ഒരു ഇമോഷണൽ ക്വഷ്യൻ്റ് ഉണ്ട്. രാമായണം വായിക്കും. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രാമായണത്തിലെ ഇമോഷണൽ ക്വഷ്യൻ്റും കുടുംബ ബന്ധങ്ങളും എന്നാണ്. അതാണ് എൻ്റെ വിഷയം. വൈകാരികമായ ബന്ധങ്ങൾ, അതിലൂടെ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് വികാരമാണ്. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി എന്നൊക്കെ പറയുന്നത് കേവലം വാക്കർത്ഥങ്ങളല്ലല്ലോ. അതൊരു വൈകാരികമായ ബന്ധമാണല്ലേ. ഒരു വാഴക്കന്ന് പൊരിച്ചു നട്ടാൽ ആ കന്ന് പൊരിച്ചു നടുമ്പോൾ ആ തള്ളവാഴയ്ക്ക് എൻ്റെ മോൻ പോവുകയാണല്ലോ എന്ന വൈകാരികമായ സങ്കടമില്ല. ആ പൊരിച്ചു നട്ട കന്നുവാഴക്ക് എൻ്റെ അമ്മ അവിടെ ഭക്ഷണം കിട്ടുമോ എന്ന് ഒരു ആശങ്കയുമില്ല. ഒരു വൈകാരിക ബന്ധവുമില്ല. ഉണ്ടോ? ഒരു വൈകാരിക ബന്ധവുമില്ല. ഒരു പശു പ്രസവിച്ചാൽ മുലയൂട്ടൽ കഴിയുന്നത് വരെ അതിനൊരു വൈകാരിക ബന്ധമുണ്ടാകും. പക്ഷെ മുലയൂട്ടൽ കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ പിന്നെ അതിന് തള്ളപ്പശുവിനെ വൃന്ദമന്ദിരത്തിലാക്കണോ അല്ലെ ഭക്ഷണം കൊടുക്കണമെന്നൊരു ഈ കുഞ്ഞി പശുവിന് ഒരു ചിന്തയുമില്ല. ആ വൈകാരിക ബന്ധമില്ലാത്തത് കൊണ്ടാണ് മൃഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആരാ? നമുക്ക് വൈകാരിക ബന്ധമുണ്ട്.